അങ്ങനെ ദേ നമ്മുടെ ചേട്ടനും ചേച്ചിയും കാർ മേടിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പാട്ടോ. ഇത്ര നാൾ നമ്മൾ ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത് ട്രെയിനും ബസ്സിനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ലണ്ടൻ്റെ ആ ഒരു മനോഹാരിത ആ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കാറിന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ സെൻട്രൽ ലണ്ടൻ ഫുള്ള് കവർ ചെയ്തു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഹോളണ്ട് പാർക്കിലേക്കാണ്. ഹോളണ്ട് പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഒന്നൊന്നര പാർക്ക് തന്നെ കേട്ടോ. അതിനകത്ത് ഫുൾ ഒരു എന്തോ ഒരു ഏക്കറിൽ അത് പണിത് വെച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫോറസ്റ്റ് ഉണ്ട്, അതിനകത്ത് അഡ്വഞ്ചർ പാർക്കുണ്ട്, അതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാൻഡ് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ പോലെ മണ്ണൊന്നും ഇവിടെ കിട്ടത്തില്ല. കാരണം ഇവിടുത്തെ മണ്ണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ബീച്ചിലെ മണ്ണെടുത്തിട്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഫുള്ള് തിരിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള പ്ലേസ് ഉണ്ട്. അതിനകത്ത് തന്നെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര വൈബ് തന്നെ. നമുക്ക് നല്ല രസമാണ് ആ ഒരു പാർക്ക് കാണാനായിട്ട്. നിറച്ച് പൂക്കളും എല്ലാം ആയിട്ട് അടിപൊളിയാണ്. അതിനകത്ത് തന്നെ അവർ പല പല ഇപ്പം ജാപ്പനീസിന് വേണ്ടിയിട്ട് ഫുക്കുഷിമ പാർക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യൂട്ടോ എന്ന് അങ്ങനെയായിട്ട് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. എനിക്ക് അതിൻ്റെ എക്സാക്ട് പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയത്തില്ല. ഞാനിപ്പോൾ പറയുന്നത് അതെനിക്ക് കറക്റ്റ് ആണോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ അടിപൊളിയാണ്. നമ്മൾ അതിനകത്ത് കയറി നമ്മൾ ഒരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡേ വേണം അത് ഫുള്ള് കണ്ടു തീർക്കാനായിട്ട്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എനിക്ക് ആ ഒരു സംഭവം, അതിൻ്റെ ആ ഒരു ബ്യൂട്ടി പോയി കാണണം എന്ന്. പക്ഷെ അത്രയൊന്നും ഇല്ലെങ്കിലും എൻ്റെ മോനെ ടുലിപ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ടുലിപ്സ് ഫാമിലേക്കൊക്കെ പോകാൻ നല്ല ടൈം എടുക്കും, നല്ല ദൂരമുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ദൈവമേ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അവിടെ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ചേച്ചി എന്നോട് പറഞ്ഞുമില്ല. അത് കാരണമുണ്ട്.